ഈ പൊതുവെ ഡെക്കറേഷൻസ് അത് പലവിധ മെഡലുകളുണ്ട്. സേനാ മെഡലുണ്ട്, അതിവിശിഷ്ട സേവാ മെഡലും, അതുപോലെ തന്നെ യുദ്ധകാലത്തെ അല്ലെങ്കിൽ സംഘർഷ സമയത്തെ അശോകചക്ര, അങ്ങനെയൊക്കെ പരംവീർ ചക്ര. ഈ മെഡലുകൾ പൊതുവെ അല്ലെ എങ്ങനെയാണ് ഈ മെഡലുകളുടെ ഒരു രീതി? മെഡലുകൾ കൊടുക്കുന്നതിന് സേനാ മെഡൽ, ഇപ്പോൾ സാറിന് തന്നെ ഇത്രയും മെഡലുകളുണ്ട്, അഭിമാനത്തോടെ അണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിലൊക്കെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അല്ല, ഇതിൻ്റെ ഒന്ന് ഈ ഗാലൻട്രി മെഡൽസാണ്. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. സേനാ മെഡൽ പോലെയോ അല്ലെങ്കിൽ ശൗര്യചക്ര പോലെയോ കീർത്തിചക്ര പോലെയോ അതൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഇതൊരു ബാർകോഡ് പോലെ ആയിരിക്കുക. പട്ടാളത്തിലുള്ളൊരു സീനിയർ ഓഫീസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പത്മനാഭൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുണ്ടായിരുന്നു, ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു, ഇതൊക്കെ പുള്ളിക്ക് അറിയാൻ പറ്റും. എത്ര കൊല്ലം സർവീസായി എന്ന് വരെ അറിയാനുള്ള മെഡലുകളുണ്ട്. നമ്മൾ 20 കൊല്ലം സർവീസ് ചെയ്താൽ ലോങ് സർവീസ് മെഡലുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലെടുത്ത് പറയാവുന്ന, എൻ്റെ മെഡലിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എടുത്തു പറയാവുന്നൊരു കാര്യം ഓപ്പറേഷൻ വിജയ്, അതായത് കാർഗിൽ വാറിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഞ്ചാബ് ബോർഡറിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ വിജയുടെ മെഡലാണ് ഈ 3ാമത്തെ മെഡൽ. അതുകൂടാതെ 2000 നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാകിസ്ഥാൻകാർ വന്ന് ബോംബിട്ടപ്പോൾ ഒരു ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞ യുദ്ധം ഓൾമോസ്റ്റ് തുടങ്ങിയതായിരുന്നു, പിന്നെ അത് നടന്നില്ല. ഞാൻ അതിൻ്റെയും ഭാഗമായിരുന്നുകൊണ്ട് ആ പരാക്രമത്തിൻ്റെ മെഡലും ആ 2 മെഡലും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആണ് ഈ പട്ടാള മേധാവി ചീഫിൻ്റെയും ആർമി കമാൻഡേഴ്സിൻ്റെയൊക്കെ മെഡൽ കിട്ടുന്നതാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഇനി സ്പെസിഫിക് ആയിട്ട് ഗാലൻട്രി അവാർഡ്സും അതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് അവിടെ ഒരു ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് കമാൻഡിങ് ഓഫീസറായിരിക്കാം, അതിൻ്റെ കമാൻഡറായിരിക്കാം. അവരിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിനൊരു സൈറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസ്, ഇന്നതാണ് സംഭവിച്ചത്, ഇതിൽ ഇന്ന ആൾ പ്ലേ ചെയ്ത റോൾ ഇന്നതാണ്, അത് ഓവറോൾ ഓപ്പറേഷൻസിൽ എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ച് ഇത് അവരുടെ മേലേക്ക് അയക്കുകയും അവർ അതിന്ന് സെലക്ട് ചെയ്യുന്നത് മേലേക്ക് അയക്കുകയും അങ്ങനെ അവസാനം ആർമി ഹെഡ് ക്വാർട്ടർ വരെ പോവുകയും, അതും പരംവീർ ചക്ര പോലെയുള്ളതൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ലെവൽ വരെ പോവുകയും ഇത് പരംവീർ ചക്ര അർഹിക്കുന്ന ഒരു ആക്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് വളരെ സ്ക്രീനിങ് കമ്മിറ്റികൾ എല്ലാ ലെവലിലും ഉണ്ട്. അത് ഇങ്ങനെ അരിച്ചരിച്ച് പോയി മേലെ പോയിട്ട് അത് കൊടുക്കുന്നതാണ്. ഇത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു മിനിയേച്ചർ മെഡൽ എന്ന് പറയും. ഇത് നമ്മൾ റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇടാനുള്ള, ഇത് ശരിക്കുള്ള മെഡൽ ഒരു നല്ല സർക്കിളായിട്ടുള്ള ഏകദേശം ഈ വട്ടത്തിലുള്ളൊരു മെഡലൊക്കെയാണ് വരുന്നത്. ആ മെഡലിൻ്റെ റിമ്മിൽ, ഒറിജിനൽ മെഡലിൻ്റെ റിമ്മിൽ ഇത് കിട്ടുന്ന ആളുടെ പേര്, എൻ്റെ എല്ലാ മെഡലുകളിലും ക്യാപ്റ്റൻ എച്ച് പത്മനാഭൻ, മേജർ എച്ച് പത്മനാഭൻ, അന്ന് എന്താ റാങ്കായിരുന്ന ഇത് എഴുതി വയ്ക്കാറുണ്ട്. ഇത് പണ്ട് യൂസ് ചെയ്തു പോകുന്ന വെടിയുണ്ടകളുടെ ബാക്കി ആ കോപ്പുകൾ ഉരുക്കിയെടുത്ത് ആ ലോഹം കൊണ്ടൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം അതൊക്കെ നിർത്തി, ഇപ്പം നമ്മുടെ പ്രോപ്പർ നാണയമൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പണ്ട് മിൻറ്റ് എന്ന് പറയുമ്പോൾ നാണയം ഉണ്ടാക്കുന്ന അതിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്ത്, ജലന്ധറും പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ എന്ന് പറഞ്ഞത് ഇതല്ല. ഈ സാധനം ലുലു മാള് പോലെയുള്ള മാളുകളിലോ ഡൽഹി മാർക്കറ്റുകളിലോ ഒന്നും വാങ്ങാൻ കിട്ടില്ല. ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന മെഡലുകൾ തന്നെയാണ്. സത്യം പറയട്ടെ, റിട്ടയർ ചെയ്ത് 6 കൊല്ലം കഴിഞ്ഞാലും ഇതിട്ടിരിക്കുമ്പോൾ, ഹിന്ദു പാർലൻസിൽ പറയുമ്പോൾ ഒരു വെളിച്ചപ്പാട് ആ ചങ്ങലയും കെട്ടി ആ വാളെടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പവർ, ആ പവർ ഇന്ന് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഈ മെഡലെത്ത് കൊടുത്തിയപ്പോൾ എനിക്കും ആ പവർ കിട്ടും. ഇത് ഒരു ലോഹ കഷ്ണമല്ല. അതിൻ്റെ പിന്നിൽ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും വിജയിൽ, കാർഗിൽ യുദ്ധത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന്, എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഇത് കുത്തിയടക്കുന്നവരെക്കുറിച്ച്, ഓപ്പരാക്രമിൽ എനിക്ക് എന്ത് റോളായിരുന്നു. അപ്പോൾ ഇതൊരു ഫീലിംഗാണ്, ഇതൊരു സെൻറ്റിമെൻറ്റ്സാണ്. അത് നമുക്ക് കുത്താനുള്ള അവകാശം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുത്തിയടക്കും. അപ്പോൾ ഇത് നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇയാൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനുപരി ഇത് മറ്റുള്ളവർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു പ്രചോദനം കൂടിയാണ്.
നമുക്ക് കിട്ടുന്നവർക്ക് അത് വളരെ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഡൽ എന്ന് പറയുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ച് നടക്കുന്ന ഒരു സംഗതി. അതിൻ്റെ പേര് തന്നെ ഡെക്കറേഷൻ എന്നാണെങ്കിൽ അതൊരു ഡെക്കറേറ്റീവ് പീസ് അല്ല, നമുക്കൊരു ഷോക്കേസിൽ വയ്ക്കാവുന്ന സാധനമല്ല, അതൊരു ഫീലിങ്സാണ്. അത് നമ്മൾ ചെയ്ത ആക്ട് ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഓരോ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന ഒരു ആക്ട് ചെയ്യുന്നതും. അത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ തോന്നാറുണ്ട്. അത് സത്യമാണ്.